Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. ട്വൽത്ത് ബാച്ച് തന്നെയില്ലേ? നിങ്ങൾ ഇത്രയും പേരെ കയറാറുള്ളൂ? Yes. Okay. Anyway, we can start. Who is going to do prayer? Dear God, we close our eyes and invite your presence into our classroom. God, bless each student here as well as our teachers as we embark on another day of learning. Please give us clear minds and open hearts so we can grasp the knowledge and lessons set before us. Thank you, ma'am. Quote of the day, ma'am. In order to carry a positive action, we must develop Yes, Liji, please. In order to carry a positive action, we must develop here a positive vision. These words are by Dalai Lama. ഒരു പോസിറ്റീവ് സമീപനം വളർത്തിയെടുക്കുന്നതിനെ ശുഭാപ്തി വിശ്വാസത്തോടെയുള്ള ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു മാം. Ma'am, signing. Good afternoon, ma'am. Great to see you today. We are looking forward for today's class. Let's make this class an engaging and productive one. Okay, fine. So, നമ്മൾ എവിടെ വരെയായിരുന്നു? ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞേ? ചെക്ക്. എഡ്യൂക്കേഷണൽ സൈക്കോളജി കംപ്ലീറ്റ് ആയോ അതോ? ടീച്ചറിനെ കംപ്ലീറ്റ് ആയി. ക്ലാസ്സിൽ ഇത്ര പേരെ കയറാറുള്ളൂ? യെസ്. ഓക്കെ, സോ നമ്മള് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ 5 കീ ഫാക്ടേഴ്സിനെ പറ്റി പറഞ്ഞു. ആ ടീച്ചർ വരെ കംപ്ലീറ്റ് ആയെന്നല്ലേ പറഞ്ഞേ? പൊട്ടന്റ് ഫോഴ്സ്, ഒരു ഇൻഫ്ലുവൻസർ ആയിരിക്കണം ടീച്ചർ, കോച്ച്, ഡേറ്റ കോച്ച് ആയിരിക്കണം. ഇൻഫർമേഷൻസ് കുട്ടികൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ടീച്ചർക്ക് പറ്റണം. അറിയില്ല എന്ന് പറയുന്നതിനേക്കാൾ ഞാനത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് നമുക്ക് പറയാനായിട്ട് ഉള്ള ധൈര്യം നമുക്ക് വരണം. സോ ആ ഒരു കുട്ടിക്ക് അപ്രോച്ചബിൾ ആയിരിക്കണം ടീച്ചറിനെ എപ്പോഴും. ടീച്ചർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം ആ കുട്ടി എങ്ങനെയാണോ ആ ഒരു രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെ പല ക്വാളിറ്റീസും വേണ്ട ഒരാളാണ് ടീച്ചർ. ടീച്ചർ എന്ന വാക്കിനേക്കാളും ഫെസിലിറ്റേറ്റർ ഈസ് ദ ബെസ്റ്റ് ടീം. വൺ ഹൂ ഈസ് ഫെസിലിറ്റേറ്റിംഗ്, വൺ ഹൂ ഈസ് ഗൈഡിങ് ദ കിഡ്സ്. കാരണം കുട്ടികളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഡോമിനന്റ് ആയിട്ട് വരുന്നത്, ഞാനല്ല. ആസ് എ ടീച്ചർ ഞാൻ ഡോമിനേറ്റ് ചെയ്യരുത്, കുട്ടികൾ ഡോമിനേറ്റ് ചെയ്യണം. അവർക്കാണ് ചോദ്യം ചോദിക്കാനുള്ള റൈറ്റ്സ്. ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനായി കുട്ടികളെ പ്രാപ്തരാക്കണം. അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യണമെങ്കിൽ അവർ ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് ചോദിക്കണം. നമുക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റണം. നമുക്കത് ക്ലാരിറ്റിയോട് കൂടി ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും ഒരു അപ്ഡേഷൻ ഉണ്ടായിരിക്കണം. കാലത്തിനൊത്ത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെ? നമ്മളെ തന്നെ ഷേപ്പ് ചെയ്യണം, നമ്മളെ തന്നെ നമ്മൾ അനലൈസ് ചെയ്യണം, നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യണം, നമ്മളെ തന്നെ നമ്മൾ ജഡ്ജ് ചെയ്യണം.
മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാനോ ജഡ്ജ് ചെയ്യാനോ ഒന്നും പോകാൻ അത് ചെയ്യേണ്ട ആളല്ല നമ്മൾ തന്നെ വിലയിരുത്തണം അല്ലെ. സോ ഇറ്റ്സ് ഓക്കെ. സോ നമ്മൾ ആ ടീച്ചർ വരെയും കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതെല്ലാം കൂടാതെ ഈ ഒരു എഡ്യൂക്കേഷണൽ സിറ്റുവേഷനിൽ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി നമ്മൾ പറഞ്ഞു. അതിൽ 5 കീ ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. ഇനി അത് കൂടുതലും ഈ എഡ്യൂക്കേഷൻ സൈക്കോളജി ഫർദർ എക്സ്പാൻഡ് ചെയ്ത് അങ്ങനെ പോയിട്ടുണ്ട്. അതെന്തെല്ലാമാണെന്നാണ് നെക്സ്റ്റ് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു 5 പോയിന്റ്സ്, ഐ തിങ്ക് 7 പോയിന്റ്സ്. ഓക്കെ, ഫസ്റ്റ് 2 പോയിന്റ്സ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? എന്തായാലും പാർട്ടിസിപ്പൻസ് കുറവായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചാൻസസ് ഉണ്ടാക്കാം. ഫസ്റ്റ് 2 പോയിന്റ്സ്. Yes, please. It studies human behavior in educational situations. Psychology is the study of behavior, and education deals with the alternation of behavior. Hence, educational psychology pervades the whole field of education. It studies the growth and development of the child, how a child passes through the various stages of growth, and what are the characteristics of each stage are included in the study of educational psychology. സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബിഹേവിയറിന്റെ സ്റ്റഡിയാണെന്ന് നമുക്കറിയാം. അത് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ അപ്ലൈ ചെയ്തപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി ആയി. അപ്പൊ എഡ്യൂക്കേഷണൽ സിറ്റുവേഷനിൽ ഹ്യൂമൻ ബിഹേവിയറിന്റെ സ്റ്റഡി, അതായത് നമ്മുടെ മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. അവരുടെ ഇൻഡിവിജ്വൽ ബിഹേവിയർ, ചിലപ്പം ഒറ്റയ്ക്ക് അവർ കാണിക്കുന്ന ഒരു ബിഹേവിയർ ആയിരിക്കില്ല, അവരുടെ ഗ്രൂപ്പിലായിരിക്കും. പിന്നെ കൊടുക്കുന്ന ആക്ടിവിറ്റിക്ക് അനുസരിച്ച് അവരുടെ ബിഹേവിയർ അത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആ സിറ്റുവേഷൻ, ഓരോ എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസിൽ വരുന്ന ഹ്യൂമൻ ബിഹേവിയർ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി ഉദ്ദേശിക്കുന്നത്. അപ്പോ അതിന്റെ സ്റ്റഡി ആയിട്ട് കണക്ട് ചെയ്ത് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയെ പറയുവാണെങ്കിൽ ദാറ്റ് മീൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം കൂടിയാണ് അല്ലെ. അതിന്റെ ബിഹേവിയറിന്റെ ആൾട്ടറേഷൻ ആണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ സബ്ജക്ട് സ്റ്റഡിങ് അല്ല, കുറെ സബ്ജക്റ്റുകൾ കാണാതെ പഠിച്ച് മാർക്ക് വാങ്ങുക എന്നുള്ളതല്ല. ആ വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എല്ലാം നടക്കുന്നു എഡ്യൂക്കേഷൻ. അവനെ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അവന്റെ പൊട്ടൻഷ്യൽ എന്താന്ന് അവന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതനുസരിച്ച് അവന്റെ സ്കില്ല് യൂസ് ചെയ്യാനായിട്ട് അവനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ വരുന്ന കാര്യങ്ങൾ. എഡ്യൂക്കേഷണൽ സൈക്കോളജി പെർവേർഡ്സ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു ഹോൾ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. അതിപ്പോ ചെറിയ ക്ലാസ് ആണോ, വലിയ ക്ലാസ് ആണോ, ഡിഗ്രിക്ക് പഠിക്കുന്നതാണോ, PGക്ക് പഠിക്കുന്നതാണോ, പ്രൊഫഷണൽ ഡിഗ്രി ആണോ, ടെക്നിക്കൽ കോഴ്സുകളാണോ, റിസർച്ച് ചെയ്യുന്നവരാണോ, എന്ത് തന്നെയാണെങ്കിലും ഏതൊക്കെ എഡ്യൂക്കേഷണൽ സിറ്റുവേഷൻ ഉണ്ടോ അവിടെയെല്ലാം എഡ്യൂക്കേഷണൽ സൈക്കോളജി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ഒരു കുട്ടിയുടെ ഗ്രോത്തും ഡെവലപ്മെന്റും സ്റ്റഡി ചെയ്യുന്നു. ശരീരത്തിന്റെ വളർച്ച മാത്രമല്ല, മനസ്സിന്റെ വികാസം. അതാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. കുട്ടി പല സ്റ്റേജസിലൂടെ കടന്നു പോകുന്നു. വളർച്ചയുടെ പല ഘട്ടങ്ങൾ, മൈൽ സ്റ്റോൺസ്, പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. അത് ഓരോ സ്റ്റേജിലും എന്താണ് അതിനെപ്പറ്റി വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു മെത്തേഡാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് 1 പോയിന്റ് വായിച്ചാൽ മതി. 3rd പോയിന്റ് ആരാ വായിക്കും? എന്താ വായിക്കട്ടെ? യെസ് പ്ലീസ്. To what extent heredity and environment provide towards the growth of the individual, and how this knowledge can be made use of for bringing about the optimum development of the child, form a salient feature of the scope of educational psychology. educational psychology. 1 second. 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 1 second.
നമുക്കൊരു കുട്ടി വളരുന്ന കുട്ടിയുടെ വളർച്ച, ഗ്രോത്ത് ആണെങ്കിലും ഡെവലപ്മെന്റ് ആണെങ്കിലും അതിനെ കണക്ട് ചെയ്യുന്ന, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അഫക്ട് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട്. അത് ആണ് ഹെറിഡിറ്റിയും എൻവിയോൺമെന്റ്. ഹെറിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക് അല്ലെ, അതായത് കുട്ടിക്ക് അമ്മ സൈഡിൽ നിന്നും കിട്ടും, അച്ഛൻ സൈഡിൽ നിന്നും കിട്ടും. അത് നമുക്കൊട്ടും മാറ്റാൻ പറ്റില്ല, കുട്ടിയുടെ ജീൻ അല്ലെ. ഫ്രം മദർ സൈഡ് 23 chromosomes ഉണ്ടാകും, ഫ്രം ഫാദർ സൈഡ് ഓൾസോ there will be 23 chromosomes. അങ്ങനെ ടോട്ടൽ 46 chromosomes ആണ് ഒരു കുട്ടിക്ക് വരുന്നത്. അതപ്പോ അമ്മയുടെ പേഴ്സണൽ ട്രേറ്റ്സ്, ആ സ്വഭാവ സവിശേഷതകൾ മുഴുവൻ കിട്ടണമെന്നില്ല. അമ്മ ഫാമിലിയിലെ അതിനു മുൻപുള്ള ഏതെങ്കിലും ജനറേഷൻസിൽ നിന്നുള്ള പല കാര്യങ്ങളാവാം. ഓക്കെ, മുടിയായിരിക്കാം, കണ്ണായിരിക്കാം, ലൈക്ക് അങ്ങനെ പല ഇതും, ഇന്റലക്ച്വൽ ലെവലായിരിക്കാം. അതുപോലെ തന്നെ അച്ഛൻ സൈഡിൽ നിന്നും ഫാദർ സൈഡിൽ നിന്നും വരും. അതില് നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. പക്ഷെ കുട്ടി വളരുന്ന ആ ഒരു എൻവിയോൺമെന്റ്, ആ ഒരു സറൗണ്ടിങ്സ്, അവിടെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. കുട്ടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അത് നല്ലപോലെ കൊണ്ടുപോകുന്ന രീതിയിൽ കുട്ടി വളരുന്ന സാഹചര്യങ്ങൾ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അത് വീടാണെങ്കിലും സ്കൂളാണെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പൊ അതാണ് കുട്ടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അഫക്ട് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ്. ആ കുട്ടിയുടെ ഒരു ഡെവലപ്മെന്റിന് നല്ല ഒരു സറൗണ്ടിങ്സ്, എൻവിയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതെല്ലാം എഡ്യൂക്കേഷണൽ സൈക്കോളജി പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. Please. Ma'am, now I can. Educational psychology deals with the nature and the development of the personality of an individual. In fact, education has been defined as the all-round development of the personality of an individual. Personality development also implies a well-adjusted personality. നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ സെറ്റിങ്സിലെ ബിഹേവിയറിന്റെ സ്റ്റഡിയാണെന്ന് പറഞ്ഞു. എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ അവിടെ വരുന്നത് സ്റ്റുഡൻസ് ആണ്, കുട്ടികൾ അല്ലെ. അപ്പൊ ഈ കുട്ടികൾക്ക് പല രീതിയിലുള്ള ബിഹേവിയർ ഉണ്ടാകും. എഡ്യൂക്കേഷണൽ സൈക്കോളജി ഡീൽ ചെയ്യുന്നത് ആ കുട്ടിയുടെ ഡെവലപ്മെന്റ്, അതായത് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ബിഹേവിയറിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് അവന്റെ പേഴ്സണാലിറ്റി ശരിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കാര്യം എഡ്യൂക്കേഷണൽ സൈക്കോളജി ഡീൽ ചെയ്യുന്നുണ്ട് ഓരോ ഇൻഡിവിജ്വലിന്റെയും. ഇപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഓൾറൗണ്ട് ആ കുട്ടിയുടെ പേഴ്സണാലിറ്റിയുടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ആണ്. മേ ബി അവനൊരു പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ അത് ഇത്തിരി കുറവ്, ഒരു ഷൈ ആയിട്ട് തോന്നാം. അപ്പൊ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അവന്റെ വീക്ക്നെസ് എന്താണോ അതിനെ മാറ്റി ഓവർകം ചെയ്ത് ശരിയാക്കുക. സ്ട്രെങ്ത് എന്താണോ ആ സ്ട്രെങ്ത്തിനെ നല്ല പോലെ ബൂസ്റ്റ് ചെയ്ത് വിടുക. നല്ല പോലെ പടം വരയ്ക്കാൻ കഴിവുള്ള ഒരു കുട്ടി, അപ്പൊ അവന്റെ സ്കിൽ എന്ന് പറയുന്നത് ഡ്രോയിങ്ങിലാണെങ്കിൽ അതിൽ അവനെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്കറിയാം ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ പല രീതിയിലുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റീസ് നടത്താറുണ്ട്. അതുപോലെ പാരന്റ്സും കുഞ്ഞിനൊരു പ്രത്യേക ഒരു കഴിവുണ്ട്, ഒരു കപ്പാസിറ്റി ഉണ്ട്, അങ്ങനെ ഒരു സ്കില്ലുണ്ട് എന്ന് കാണുമ്പോൾ കുട്ടി ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യും, പ്രൊമോട്ട് ചെയ്യുന്ന പാരന്റ്സും ഉണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെൽ അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി അല്ലെ. നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പൊ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മളൊരു ഇൻഡിവിജ്വൽ ആണെങ്കിലും നമ്മൾ സോഷ്യലൈസ് ചെയ്ത് ജീവിക്കേണ്ട ഒരാളാണ് ഒരു സൊസൈറ്റിയിൽ, ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോൾ. അപ്പൊ അവിടെ ഒരു സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണായി തീരുക. പലപ്പോഴും സൊസൈറ്റിക്ക് പലതും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ സൊസൈറ്റിക്ക് ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു വെൽ ബീയിങ് ആയിരിക്കണം നമ്മളുടേത്. അപ്പൊ ഒരു വെൽ അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി ആയി ഇൻഡിവിജ്വലിനെ മാറ്റുക, അതാണ്
ഡെവലപ്പ് ചെയ്യുക. അതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആരോടേക്ക് വായിക്കാന്ന് പറഞ്ഞപ്പോ രണ്ടുപേരും വന്നു. ആരായിരുന്നു? Yes. It studies individual differences. Every individual differs from every other individual. It is one of the basic facts of human nature which has been brought to light by educational psychology. This one fact has revolutionized the concept and process of education. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് സ്റ്റഡി ചെയ്യുന്നവർ ഒരു ക്ലാസ് റൂമില് ടീച്ചർക്ക് 20 സ്റ്റുഡൻസ്, അതായത് 20 ഇൻഡിവിജ്വൽസ് ഉണ്ട്. ഓരോ കുട്ടികളാണ്, ഓരോ കുട്ടി യുണീക്ക് ആയിരിക്കും. അവർ തമ്മിൽ ഡിഫറൻസസ് ഉണ്ടാകും. ഈവൻ ഒരു ഫാമിലിന്ന് വരുന്ന കുട്ടികൾ, അവിടെയും ഡിഫറൻസസ് ഉണ്ടാവും. ട്വിൻസ് ആണെങ്കിൽ പോലും, കാഴ്ചയിൽ ഐഡന്റിക്കൽ ആണെങ്കിൽ പോലും അവരുടെ ബിഹേവിയറിൽ ഡിഫറൻസസ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും സെയിം അല്ല, ഒരേപോലെയല്ല, ഡിഫറെന്റ് ആണ്. നമുക്ക് ഒരു ഒരേപോലുള്ള മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, എല്ലാ പാർട്സും ഒരേപോലെ ഫിക്സ് ചെയ്തിരിക്കുന്നു എന്ന് പറയാം. പക്ഷെ ഇത് മെഷീൻസ് അല്ലല്ലോ, ജീവനുള്ള പ്യുവർ സോൾസ് ആണ്. അപ്പൊ എല്ലാവരും ഡിഫറെന്റ് ആണ്, മറ്റൊരാളിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കുന്നു. അത് ഹ്യൂമൻ നേച്ചർ തന്നെയാണ്. ഒരേപോലെ ആൾക്കാർ അല്ലല്ലോ, എല്ലാവരും ഡിഫറെന്റ് ആണ്, ഹ്യൂമൻ നേച്ചർ തന്നെയാണ്. എഡ്യൂക്കേഷൻ സൈക്കോളജി ഇത് ഡീൽ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നു എഡ്യൂക്കേഷൻ സൈക്കോളജി. 20 പേരും 20 രീതിയാകുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും ആ ഒരു 20 രീതിയിൽ തന്നെ ആയിരിക്കണം. ആ രീതിയിൽ നമുക്ക് കുട്ടികളെ മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. അതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഓർക്കും എങ്ങനെ പറ്റും, കാരണം ടീച്ചർക്ക് ആകെ 40 മിനിറ്റ് ക്ലാസ്സിൽ 40-50 പിള്ളേരുണ്ട്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല, 20 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും കുഞ്ഞുങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനായിട്ട് പെട്ടെന്ന് പറ്റും, പ്രശ്നങ്ങൾ ഇല്ലാതാവും. ഇത് 40-45 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടാവും ഒരു ഡിവിഷനില്. അത് മാനേജ് ചെയ്യാൻ ഒരു ടീച്ചർക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. 40 മിനിറ്റ്സ്, 1 മിനിറ്റ് പോലും ഒരു കുട്ടിക്ക് വേണ്ടി സ്പെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അത് മാത്രമല്ല, നല്ല കട്ടിയുള്ള സിലബസും ആയിരിക്കും, സിലബസ് തീർക്കണം. അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും ടീച്ചർമാര് നിസ്സഹാരായി പോകാറുണ്ട്. അങ്ങനെ വരുമ്പോൾ പല രീതിയിലുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി പറയുന്നുണ്ട്. ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം, കാരണം ടീച്ചേഴ്സിനെ നല്ല രീതിയിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയാലാണ് ആ കുട്ടികളിൽ ആ മാറ്റം ഉണ്ടാവുള്ളൂ. അതാണ് ആ ഒരു പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ലാസ്റ്റ് 2 പോയിന്റ്സ് അത് ഒരുമിച്ച് വായിച്ചോളൂ ആണെങ്കിലും. It studies nature intelligence and its measurement. This is of utmost importance for a teacher. It provides guidance and counseling. Education is nothing but providing guidance to the growing child. നേച്ചർ ഇന്റലിജൻസ്, ഇറ്റ് സ്റ്റഡീസ് നേച്ചർ ഇന്റലിജൻസ്. നേച്ചർ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ശരിക്കും മോണ്ടെസോറി മെത്തേഡില് കുട്ടികളെ എപ്പോഴും റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണം എന്നാണ് മറിയ മോണ്ടെസോറി പറയുന്നത്. അതായത് നേച്ചറുമായിട്ട് കണക്ട് ചെയ്യണം, റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്യണം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാർമോണിയസ് ആയിട്ടുള്ള റിയൽ വേൾഡുമായിട്ട് അവരെ കണക്ട് ചെയ്യണം. അവർ കുറെ കാര്യങ്ങൾ ഈ നേച്ചറിൽ നിന്ന് പഠിക്കും എന്നാണ് മറിയ മോണ്ടെസോറി പറയുന്നത്. നേച്ചർ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇറ്റ് സ്റ്റഡീസ് നേച്ചർ ഇന്റലിജൻസ്. അപ്പൊ ഒരു റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കുട്ടികളുടെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും. വീടിനകത്ത് അടച്ചിട്ട് പുറത്ത് കൊണ്ടുപോകാതെ വളർത്തുന്ന ഒരു കുട്ടിയും പുറത്തിങ്ങനെ പോയി എല്ലാം കണ്ട് മനസ്സിലാക്കി വളർത്തുന്ന കുട്ടികളും തമ്മിൽ ഡെവലപ്മെന്റിൽ വളരെയധികം വ്യത്യാസം ഉണ്ടായിരിക്കും. മറ്റേ കുട്ടി ഉൾവലിഞ്ഞ ഒരു ജീവിതം പോലെയായിരിക്കും അതൊന്നും കണ്ടിട്ടില്ല. ഈ പറയുന്ന പുറത്തുള്ള കാഴ്ചകൾ പലതും അത് കണ്ടിട്ടില്ല. പുറത്തുള്ള മരങ്ങൾ, ചെടികൾ, പൂക്കൾ, തുമ്പി, ഉറുമ്പ്, ഇതൊക്കെ കാണണമെങ്കിൽ അത് പുറത്തേക്ക് തന്നെ പോകണം അല്ലെ. ആ സ്കൈ, അതുപോലെ തന്നെ സ്റ്റാർസ്, മൂൺ, റെയിൻബോ, ഇതെല്ലാം കാണണമെങ്കിൽ ആ കുട്ടി പുറത്തുള്ള റിയൽ വേൾഡുമായിട്ട് കണക്റ്റഡ് ആകണം. അപ്പൊ അത് ആണ് നേച്ചർ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയും അതിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്.
ഇത് ഇമ്പോർട്ടൻസ് തന്നെയാണ്. ചില ടീച്ചർമാരെ ക്ലാസ്സിലൊക്കെ കാണാറില്ലേ, അവർ പുറത്ത് നല്ല ഷെയ്ഡുള്ള മരം ഉണ്ടെങ്കിൽ മരത്തിന്റെ ചോട്ടിൽ കൊണ്ടുപോയി കുട്ടികളെ ക്ലാസ് എടുപ്പിക്കും. നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ കുട്ടികളുമായിട്ട് ചെടി നടും, ചെടിക്ക് വെള്ളം ഒഴിക്കും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും അല്ലെ. ഇത് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സൈക്കോളജി ഗൈഡൻസും കൗൺസിലിംഗും പ്രൊവൈഡ് ചെയ്യും. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് പ്രൊവൈഡിങ് ഗൈഡൻസ് ടു ദി ഗ്രോയിങ് ചൈൽഡ്. അല്ലാതെ സയൻസ് ഇത്ര തടിയുള്ളൊരു പുസ്തകം മുഴുവനും കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുന്നു, ഹിസ്റ്ററി പഠിപ്പിക്കുന്നു, അതൊന്നുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇവർക്ക് വേണ്ടുന്ന ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. കുട്ടിയെ ഞാൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിച്ച് അവനെ മുന്നോട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് ശരിക്കും എഡ്യൂക്കേഷൻ സൈക്കോളജി ചെയ്യുന്നത്. ജനറൽ സൈക്കോളജി ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിനെയാണ് ഡീല് ചെയ്യുന്നതെങ്കിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി ആ ബിഹേവിയർ എഡ്യൂക്കേഷൻ സെറ്റിങ്സിൽ ഡീൽ ചെയ്യുന്നു. അതാണ് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അത് നമ്മൾ ത്രൂ ഔട്ട് ലെസണിൽ ആ കാര്യം പറയുന്നുണ്ടല്ലേ. എഡ്യൂക്കേഷൻ സെറ്റിങ്സിലുള്ള അതായത് ലേണേഴ്സ് ആണ് ഇവിടെ, പഠിക്കുന്ന കുട്ടികൾ, അവരുടെ ബിഹേവിയർ മനസ്സിലാക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി തൊട്ടുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ഞാൻ ഈ ഒരു ചെറിയ പാരഗ്രാഫാണ് ഇപ്പൊ പറഞ്ഞത്. ഓൾറെഡി നമ്മൾ പല പ്രാവശ്യം പറഞ്ഞത് കൊണ്ട് ഞാൻ അതങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. 1, 2, 3, 4, 5 എന്ന് 5 പോയിന്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ 5 പോയിന്റ്സ് ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? Yes, First one. Its nature is scientific as it adopts the method of systematic inquiry and scientific approach as used by science. Education psychology is functional in its character and it is not therefore concerned with the content of the subject. It is an applied positive science as it studies facts of behavior and describes the laws guiding them. It is not a normative science as it is not concerned with the values of education. Educational psychology is a growing science. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ രീതി, നേച്ചർ എന്ന് പറയുന്നത് സയന്റിഫിക് ആണ്. സയന്റിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ട് ഓറിയന്റഡ് ആണ്. ഫാക്ട്സ് ആണ് ഇതിൽ, അല്ലാതെ ഇല്ലാത്ത കാര്യമില്ല, ഫാക്ട്സ് ആണ്. അതൊരു സിസ്റ്റമാറ്റിക് എൻക്വയറി, ആ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്ത് സയന്റിഫിക് അപ്രോച്ച് തന്നെയാണ് യൂസ്ഡ് ബൈ സയൻസ്. ഒരു സയൻസ് തന്നെയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ്, പിന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. അതായത് നമുക്കിപ്പോ ഒരു കുട്ടിയുടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് അന്വേഷിക്കും. ആ കുട്ടിയുടെ രീതികൾ, ആ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഇന്റർവെൻഷൻ വേണമെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷണൽ ആണ്. ഇറ്റ് ഇസ് പ്രാക്ടിക്കൽ. വെറുതെ തിയറിയെ മാത്രം ബേസ് ചെയ്യുന്ന ഒന്നല്ല, ഇറ്റ്സ് വെരി പ്രാക്ടിക്കൽ. അതുകൊണ്ട് കൺസേൺ വിത്ത് ദ കണ്ടന്റ് ഓഫ് ദ സബ്ജക്ട്. നമുക്കൊരു സബ്ജക്ട് ലേണറായിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഈ അതിനെ ഫോക്കസ് ചെയ്ത്, ആ ഒരു സബ്ജക്റ്റിനെ, ആ ഒരു ലേണറെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും എഡ്യൂക്കേഷണൽ സൈക്കോളജി മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതൊരു നമ്മൾ പറഞ്ഞു, സൈക്കോളജിനെ എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു സയൻസ് ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. സോ ഇതിങ്ങനെ അപ്ലൈ ചെയ്തിരിക്കുവാണ് എഡ്യൂക്കേഷൻ സെറ്റിങ്സിൽ. സോ ഇറ്റ്സ് ആൻ അപ്ലൈഡ് സയൻസ്. അതെന്താണ് ചെയ്യുന്നത്? ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്നു, ഫാക്ട്സ് ഓഫ് ബിഹേവിയർ, എന്നിട്ട് എങ്ങനെ ഗൈഡ് ചെയ്യണം എന്നുള്ള ലോയും പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ഇതൊരു നോർമേറ്റീവ് സയൻസ് അല്ല. നോർമേറ്റീവ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് തിയറിയെ ബേസ് ചെയ്യുന്ന ഒരു സയൻസ് അല്ല എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. നോർമേറ്റീവ് സയൻസ് അല്ല, അത് എഡ്യൂക്കേഷന്റെ വാല്യൂസിനെ മാത്രം കൺസേൺ ചെയ്യുന്നില്ല. വെച്ചാൽ എഴുതപ്പെട്ട കുറെ കാര്യങ്ങളുമായി റിലേറ്റഡ് അല്ല എഡ്യൂക്കേഷൻ സൈക്കോളജി.
നോർമേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ തിയറീസ്. നമുക്ക് ആ തിയറി മാത്രം നോക്കിക്കൊണ്ട് ഒരു കുട്ടിയുടെ കാര്യത്തിൽ ഇന്റർവെൻഷൻ നടത്താൻ പറ്റില്ല. ആ കുട്ടിയുടെ ബിഹേവിയർ, ആ കുട്ടിയുടെ സറൗണ്ടിങ്സ്, ആ കുട്ടിക്ക് ഉണ്ടാകുന്ന കുട്ടിയുടെ സ്ട്രെങ്ത്, ആ കുട്ടിയുടെ വീക്ക്നെസ്, ആ കുട്ടിക്ക് എന്തെങ്കിലും ത്രെഡ്സ്, എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു കുഞ്ഞിന്റെ ഇടയിൽ ഇന്റർവെൻഷൻ നടത്തുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, സോട്ട് അനാലിസിസ് സൈക്കോളജിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന ഒരു അനാലിസിസ് മെത്തേഡാണ് പല കാര്യങ്ങളിലും. SWOT, അതാണ് സോട്ട് അനാലിസിസ്. ഇതില് S എന്ന് പറയുന്നത് സ്ട്രെങ്ത്, W വീക്ക്നെസ്, O ഓപ്പർച്യൂണിറ്റീസ്, T എന്ന് പറയുന്നത് ത്രെഡ്സ്. അതായത് ഒരു വ്യക്തിയാണ് നമ്മൾ ഈ അനാലിസിസിന് വേണ്ടി എടുക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് സ്ട്രെങ്ത്, പോസിറ്റീവ്സ് കുറേ ഉണ്ടാവും, വീക്ക്നെസ് ഉണ്ടാവും, ദൗർബല്യങ്ങൾ അല്ലെ, വീക്ക്നെസ് ഉണ്ടാകും, പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും, ത്രെഡ്സ് അല്ലെങ്കിൽ ചലഞ്ചസ് ഉണ്ടാകും. ഒരു കുട്ടിയെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ കുട്ടിയുടെ സ്ട്രെങ്ത്, അവന്റെ കുറച്ച് കേപ്പബിലിറ്റീസ് ഉണ്ടാവും, അവന്റെ ചില കപ്പാസിറ്റീസ്. ചിലപ്പോൾ അവന് നല്ലപോലെ വരയ്ക്കാൻ അറിയായിരിക്കും, പക്ഷെ അവന് എഴുതാൻ അറിയില്ല. അത് എഴുതാൻ അറിയില്ല എന്നുള്ളതായിരിക്കാം അവന്റെ വീക്ക് പോയിന്റ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവന്റെ സ്ട്രെങ്ത്തിനെ നമ്മൾ കൂടുതൽ ബൂസ്റ്റ് ചെയ്യണം, അവന്റെ വീക്ക്നെസ്സിനെ ഓവർകം ചെയ്യാനായിട്ട് അവനെ സപ്പോർട്ട് ചെയ്യണം. ഇതിന് അവൻ ഫേസ് ചെയ്യുന്ന ത്രെഡ്സ്, ചലഞ്ചസ് എന്താന്ന് നോക്കണം, എന്നിട്ട് അത് സോർട്ട് ഔട്ട് ചെയ്യണം, അവന് മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, സോ അങ്ങനെ പല രീതിയിലുള്ള അനാലിസിസ്, സൈക്കോളജിക്കൽ അനാലിസിസ് മെത്തേഡ് ഈ സെറ്റിങ്സിൽ ഉണ്ടാവാറുണ്ട്. എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോയിങ് സയൻസ് ആണ്. നമുക്കറിയാം നമ്മളുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ വർഷം കഴിയും തോറും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പലപ്പോഴും കൊണ്ടുവരുന്ന പല പ്ലാൻസും നല്ലതാണ്, പക്ഷെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് അപ്ലൈ ചെയ്യുന്നതിലെ ചില പോരായ്മ മൂലമാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. കൊണ്ടുവരുന്ന പ്ലാൻ എല്ലാം പ്രശ്നമുള്ളതൊന്നുമല്ല, പക്ഷെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോൾ അത് പല ചലഞ്ചസും ഫേസ് ചെയ്യും. അപ്പൊ ഇതൊരു ഗ്രോയിങ് സയൻസ് ആണ്, കാലാകാലങ്ങളിൽ ഇത് അപ്ഡേറ്റ് ചെയ്യപ്പെടും. സോ ഗ്രോയിങ് സയൻസ് ആണ്. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ഇത് സയന്റിഫിക് ആണ്, അതായത് ഫാക്ട് ഓറിയന്റഡ് ആണ്, പിന്നെ സിസ്റ്റമാറ്റിക് ആണ്, പിന്നെ ഫങ്ഷണൽ ആണ്, പ്രാക്ടിക്കൽ ആണ്, അല്ലാണ്ട് തിയറിയെ ബേസ് ചെയ്തിട്ടുള്ളതല്ല. ഇതൊരു അപ്ലൈഡ് പോസിറ്റീവ് സയൻസ് ആണ്, അപ്ലൈഡ് സയൻസ് ആണ്, പോസിറ്റീവ് സയൻസ് ആണ്. പിന്നെ നോർമേറ്റീവ് സയൻസ് അല്ല, തിയറിയെ മാത്രം ബേസ് ചെയ്തിട്ടുള്ളതല്ല. പിന്നെ ഇതൊരു ഗ്രോയിങ് സയൻസ് ആണ്. നമ്മളൊരു ബാച്ചിന് എക്സാം ഇട്ടപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ക്വസ്റ്റ്യൻ ഏതായിരുന്നു, എഡ്യൂക്കേഷണൽ സൈക്കോളജി ഈസ് എ ഡാഷ് സയൻസ്, അങ്ങനെ പറഞ്ഞായിരുന്നു ക്വസ്റ്റ്യൻ കൊടുത്തത്. അതായത് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഈസ് എ ഡാഷ് സയൻസ്. ഓപ്ഷനിൽ അപ്ലൈഡ് സയൻസ്, പോസിറ്റീവ് സയൻസ്, നോർമേറ്റീവ് സയൻസ് എന്ന് കൊടുത്തു. സോ ഓൾ ഓഫ് ദീസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ശരിക്കും നോട്ട് എ നോർമേറ്റീവ് സയൻസ് കൊടുക്കണമായിരുന്നു, നോട്ട് വിട്ടുപോയി അവിടെ. സംഭവം അങ്ങനൊരു മിസ്റ്റേക്ക് പറ്റി. അപ്പൊ ആ ക്വസ്റ്റ്യൻ കാണുവാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം, കാരണം ഓൾറെഡി പോയൊരു അതായതുകൊണ്ട് അതിനകത്ത് എഡിറ്റിംഗ് നടക്കുന്നില്ലായിരുന്നു. സോ ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം, എഡ്യൂക്കേഷണൽ സൈക്കോളജി ഈസ് നോട്ട് എ ഡാഷ് സയൻസ്, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഓപ്ഷനിൽ ഗ്രോയിങ് സയൻസ്, അപ്ലൈഡ് സയൻസ്, പോസിറ്റീവ് സയൻസ്, നോർമേറ്റീവ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമേറ്റീവ് ടിക്ക് ചെയ്യാൻ പറ്റും. എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒരു നോർമേറ്റീവ് സയൻസ് അല്ല, അപ്ലൈഡ് സയൻസ് ആണ്, പോസിറ്റീവ് സയൻസ് ആണ്, ഗ്രോയിങ് സയൻസ് ആണ്, സയന്റിഫിക് ആണ്, ഫങ്ഷണൽ, പ്രാക്ടിക്കൽ ആണ്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. ഇനി എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ സ്കോപ്പ് ആണ് നെക്സ്റ്റ് വൺ. എന്താണ് ഇതിന്റെ സ്കോപ്പ്? നമുക്കിതിലെ 5 കീ ഫാക്ടേഴ്സിനെ അറിയാം. ലേണർ, ടീച്ചർ, ലേണിംഗ് പ്രോസസ്, ലേണിംഗ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ലേണിംഗ് എൻവയോൺമെന്റ്, ലേണിംഗ് എക്സ്പീരിയൻസസ്. ഇങ്ങനെ 5 മെയിൻ കീ ഫാക്ടേഴ്സ് അറിയാം. അപ്പൊ ഇതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു 5 മെയിൻ കീ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം സ്കോപ്പ് വളരെ കൂടുതലാണ്. എല്ലാ രീതിയിലുള്ള എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലും എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഒരു ആപ്ലിക്കേഷൻ വേണം. എന്നാൽ മാത്രമാണ് കുട്ടികളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി നമുക്ക് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി.
എന്ത് കാര്യമാണെങ്കിലും അതിന് പ്ലസ് ഉണ്ടാവും മൈനസ് ഉണ്ടാവൂലേ, അതുപോലെ ലിമിറ്റേഷൻസും ഉണ്ടാവും. ഈ ലിമിറ്റേഷൻസ് 5 പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് 5 പോയിന്റ്സ് വരെ ഒന്ന് വായിക്കാം. യെസ്, ആരും ഇല്ലേ? Please. Limitations due to nature of educational psychology. Limitations due to the nature of human behavior. Limitations due to individual differences. Limitations due to limited scope of experiments on human being. Limitations due to the gap between theory and practice. സോ ലിമിറ്റേഷൻസ് ഡ്യൂ ടു നേച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ രീതികൾ നമ്മൾ പറഞ്ഞു. സയന്റിഫിക് ആണ്, പ്രാക്ടിക്കൽ ആണ്, ഗ്രോയിങ് സയൻസ് ആണ്, പോസിറ്റീവ് സയൻസ് ആണ്, അപ്ലൈഡ് സയൻസ് ആണ്, അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ അതിന്റെ ആ ഒരു നേച്ചർ, ആ ഒരു രീതി തന്നെയാണ്, ഫീച്ചേഴ്സ് തന്നെയാണ് അതിന്റെ ലിമിറ്റേഷൻസിന് കാരണം. പിന്നെ ഹ്യൂമൻ ബിഹേവിയർ നമ്മൾ പറഞ്ഞു, ഹ്യൂമൻ ബിഹേവിയർ ഒരുപോലെയല്ല. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് കാരണം, നേച്ചർ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ചിലപ്പോൾ ഇന്ന് പെരുമാറുന്ന പോലെ ആവണമെന്നില്ല നാളത്തെ ഒരു പെരുമാറ്റം. പല കാരണങ്ങൾ കൊണ്ട് മൂഡ് സെൻസ് ആ ഒരു ചേഞ്ചസ് വരാം. അപ്പൊ അതുകൊണ്ട് ഹ്യൂമൻ ബിഹേവിയറിന്റെ നേച്ചറിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ലിമിറ്റേഷൻസ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. പലപ്പോഴും എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ക്ലാസ് റൂമിൽ വരുന്ന ഇൻഡിവിജ്വൽസ് എല്ലാം വളരെ ഡിഫറെന്റ് ആകുന്നതും ഇതിന്റെ ഒരു ലിമിറ്റേഷൻസ് തന്നെയാണ്. നമുക്ക് കറക്റ്റ് ടൈമിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. 20 പേര് ഒരേ കാര്യം എക്സ്പ്രസ് ചെയ്യുന്നു, നമുക്കൊരു പർട്ടിക്കുലർ ഒരു ആക്ടിവിറ്റി ആ 20 പേരിലും ഒരുപോലെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ടൈം ചിലപ്പോൾ ലിമിറ്റഡ് ആണെങ്കിൽ 20 പേരും ഒരുപോലെ അല്ലെങ്കിൽ നമുക്ക് ആ ലിമിറ്റഡ് ടൈമിൽ 20 പേർക്കും എല്ലാം പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റാതെ വരും. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഡ്യൂ ടു ലിമിറ്റഡ് സ്കോപ്പ് ഓഫ് എക്സ്പെരിമെന്റ്സ് ഓൺ ഹ്യൂമൻ ബീയിങ്. ഹ്യൂമൻ ബീയിങ് ആണല്ലേ, ജീവനുള്ളതാണ്. ഈ ജീവനുള്ളതിൽ കൊണ്ടുപോയി എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ മെഷീനൊക്കെ ആണെങ്കിൽ നമുക്ക് കുറെ അതിന്റെ വർക്കിങ്ങിന്റെ കാര്യത്തിലും കുറെ സ്പെയർ പാർട്സ് മാറ്റി വെച്ചിട്ട് പകരം വേറെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ഒന്നും നടത്താൻ പറ്റില്ല. പിന്നെ തിയറി പ്രാക്ടീസും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നോർമേറ്റീവ് സയൻസ് അല്ലാന്ന്. അപ്പൊ തിയറിയുമായിട്ടൊട്ടും കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല നമുക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, നെക്സ്റ്റ്, റെലവൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ റെലവൻസ്, ഇമ്പോർട്ടൻസും കോൺട്രിബ്യൂഷനും എന്താണെന്നാണ് നെക്സ്റ്റ് വൺ. കുറെ പോയിന്റ്സ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും, റിലവൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ. അതില് 5 പോയിന്റ്സ് വെച്ചിട്ട് റീഡ് ചെയ്ത് വെക്കോളൂ. To understand the learner, to cater the individual difference, to understand the learning process, to understand effective method of teaching, to understand the characteristics. ടു അണ്ടർസ്റ്റാൻഡ് ദ ലേണർ. ലേണർ എന്ന് പറയുമ്പോൾ സ്റ്റുഡന്റ്, പ്യൂപ്പിൾ, കുട്ടികൾ അല്ലെ. അപ്പൊ ആ കുട്ടികളെ നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് അവരുടെ ബിഹേവിയർ നമുക്ക് മനസ്സിലാവണം. ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ടുള്ള അവരുടെ ബിഹേവിയർ, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവരുടെ രീതികൾ, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് എഡ്യൂക്കേഷൻ സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നു. സോ ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു ടു അണ്ടർസ്റ്റാൻഡ്. വാട്ട് ഹാപ്പൻഡ്? Understand the learner. Next, to capture the individual difference, to provide individual difference. ഇൻഡിവിജ്വൽ ഡിഫറൻസിനനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഓരോ കുട്ടിയും യുണീക്കാണ്. അപ്പൊ അതിനനുസരിച്ച്
അവർക്ക് വേണ്ട ഗൈഡൻസ് അസിസ്റ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ലേണിംഗ് പ്രോസസ്, എങ്ങനെയുള്ള ലേണിംഗ് പ്രോസസ്, എന്തെല്ലാം ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കണം അത് മനസ്സിലാകും. കാരണം കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ. കുട്ടികളെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള പഠന രീതി, ലേണിംഗ് പ്രോസസ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് മനസ്സിലാകും. ടു അണ്ടർസ്റ്റാൻഡ് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ്, നല്ല ഒരു ടീച്ചിങ് മെത്തേഡ് അത് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് മനസ്സിലാകും. പിന്നെ ഡെവലപ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാവും. കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ്, പല ഡെവലപ്മെന്റ് സ്റ്റേജസിലൂടെ കുട്ടികൾ കടന്നു പോവുകയാണ് അല്ലെ, അപ്പൊ അത് ഒബ്സർവ് ചെയ്ത് നമുക്കത് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് 5 points. യെസ്. To enable teachers for curriculum development, to render guidance services, to give guidance for the education of extraordinary children, to understand group dynamic and social behavior in classroom, to develop constructive and creative discipline. സോ ടീച്ചേഴ്സിന് പലപ്പോഴും സിലബസിന്റെ ഡെവലപ്മെന്റിൽ കാര്യമായ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. സിലബസിന്റെ ഡെവലപ്മെന്റ് ചില ടീച്ചേഴ്സിനെ സബ്ജക്ട് റെഡിയാക്കാൻ അല്ലെങ്കിൽ സിലബസ് റെഡിയാക്കാനൊക്കെ ആയിട്ട് ഇൻവൈറ്റ് ചെയ്യും അല്ലെ. അപ്പൊ ആ രീതിയിൽ അവരെ പ്രാപ്തരാക്കുന്നു, അവരെ എനേബിൾ ആക്കുന്നു, അവരെ കേപ്പബിൾ ആക്കുന്നു. പിന്നെ ഗൈഡൻസ് സർവീസസ്, ആവശ്യത്തിനുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി ചിൽഡ്രൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞു കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കി അവർക്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ചിലപ്പോൾ സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികൾ ഉണ്ടാവും, ചിലപ്പോൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. ഓരോ കുട്ടിക്ക് അനുസരിച്ചും അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് വേണ്ടുന്ന ഗൈഡൻസ് കൊടുക്കുന്നു. ടു ഡെവലപ്പ് കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ഡിസിപ്ലിൻ, അതായത് പണിഷ്മെന്റ് കൊടുക്കാതെ അവരെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അതിന് പണിഷ്മെന്റ് കൊടുക്കാതെ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ടും കൺസ്ട്രക്റ്റീവായിട്ടും ഒരു എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലൂടെ അവരെ തിരിച്ച് ഡീവിയേറ്റ് ചെയ്യിക്കാനായിട്ട് ആ രീതിയിൽ നമ്മളെ ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ബാക്കിയുള്ള പോയിന്റ്സ് എല്ലാം ഒരുമിച്ച് വായിച്ചോളൂ. Yes. ആരുമില്ലേ? ഞാൻ തന്നെ വയ്ക്കാം. ഓക്കെ, കുട്ടികളുടെ To understand problem of children, to help in measuring learning outcomes, to prepare timetable, to prepare textbooks and instructional materials, to select appropriate co-curricular activities, to know about himself. കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. കാരണം പലപ്പോഴും പല പല ഇഷ്യൂസ് ഒക്കെ ആയിട്ടായിരിക്കും, പേഴ്സണലി ആണെങ്കിലും അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവുന്നു. കുട്ടികളുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി അത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ലേണിംഗ് ഔട്ട്കംസ്, ഔട്ട്പുട്ട് എന്താണ് റിസൾട്ട്, അത് ഇമ്പോർട്ടൻസ് തന്നെയാണ് അല്ലേ. അപ്പൊ അത് ആ വരുന്ന ലേണിംഗ് ഔട്ട്കംസ് മെഷർ ചെയ്യണത് എങ്ങനെ അത് അനലൈസ് ചെയ്യണം. ഇപ്പൊ ഒരു ടെസ്റ്റ് പേപ്പർ നടത്തി ക്ലാസ്സിൽ 20 കുട്ടികളുണ്ടായിരുന്നു, 20 പേരും എഴുതി. അപ്പൊ അവരുടെ ആ ഒരു മാർക്ക് ഷീറ്റ് അതൊന്ന് ചെക്ക് ചെയ്യണം അല്ലെ. അതിന് വേണ്ടുന്ന ലേണിംഗ് ഔട്ട്കംസ്, അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവർക്ക് മനസ്സിലായോ എന്നറിയാനുള്ള ഒരു മാർഗം തന്നെയാണ് ഈ എക്സാംസ്, യൂണിറ്റ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. മനസ്സിലായില്ലെങ്കിൽ നല്ല ഇന്റർവെൻഷൻ നടത്തി അവർക്ക് അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ലേണിംഗ് ഔട്ട്കംസ് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ടൈം ടേബിൾ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഏതെങ്കിലും ഒരു ടീച്ചറോ അല്ലെങ്കിൽ ടീച്ചർമാർക്ക് അതിൻ്റെ ഒരു ഡ്യൂട്ടി ഉണ്ടാവും, ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ. ഇപ്പം സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ ഇപ്പൊ ലാബ് മാനുവൽ അങ്ങനെ ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽസും പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ചില ടീച്ചർമാർ ആ ഒരു ടീമിലേക്ക് എടുക്കും. ടെക്സ്റ്റ് ബുക്കിന്റെ പ്രിപ്പറേഷൻ,
ലാബിന്റെ മാനുവൽ, അതർ ലേണിംഗ് മെറ്റീരിയൽസ് അതൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ടു നോ അബൌട്ട് ഹിംസെൽഫ്. എഡ്യൂക്കേഷൻ ഇറ്റ് സെൽഫ് ഇസ് ഫൈൻഡിങ് അവർ സെൽഫ്. നമ്മളെ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഡ്യൂക്കേഷൻ സൈക്കോളജിയും അത് തന്നെ, നമ്മളെ പറ്റി നമ്മൾ കൂടുതലായിട്ട് തിരിച്ചറിയുന്നു, സ്റ്റുഡൻ്റ് ആണെങ്കിലും ടീച്ചർ ആണെങ്കിലും. അതായത് എഡ്യൂക്കേഷണൽ സൈക്കോളജി ടീച്ചർമാരെ ഹെൽപ്പ് ചെയ്യുന്നു, ഒരു ബെറ്റർ ടീച്ചറായിട്ട് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ലേണറിനെ ഒരു ബെറ്റർ ലേണറാക്കി മാറ്റുകയും ചെയ്യും. അതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. ഇൻ ഷോർട്ട് നമ്മളൊരു നട്ട്ഷെല്ലിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കാരണം. ഈ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് അടുത്തത്. മെത്തേഡ് ഇപ്പം എന്താ പറയാ, 2-3 പോയിന്റ്സ് ഇട്ട് തന്നിട്ടുണ്ട്. പക്ഷെ അതല്ല, അത്രയുമല്ല, കുറേ അധികം മെത്തേഡുകൾ ഉണ്ട് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ. അതിന് അപ്ലൈ ചെയ്ത് കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കുക, അവരുടെ പ്രോഗ്രസ് അനലൈസ് ചെയ്യുക, വാല്യൂ ചെയ്യുക, ഇങ്ങനെയുള്ള പിന്നെ കോമ്പൻസേറ്ററി മെത്തേഡ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യം ചെയ്യാൻ പല മെത്തേഡുകളും ഉണ്ട്. ചില മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും, അതിനധികം കോസ്റ്റ് ഒന്നും ആവില്ല. ചില മെത്തേഡുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും സ്കൂളുകൾ അത്രയും വൈഡായിട്ട് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനോ ഈ മെത്തേഡ്സ് യൂസ് ചെയ്യാനോ ആയിട്ട് താല്പര്യപ്പെടാറില്ല. ഓക്കെ, സോ മെത്തേഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി അത് 3-4 കൊടുത്തിട്ടുണ്ട്. ആ പാരഗ്രാഫ് വായിക്കണം. പിന്നെ മെത്തേഡ്സ് യൂസിങ് ഇൻ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞ ടൈറ്റിൽ ഉണ്ട്. അതിന് താഴെയുള്ള ആ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സും വായിക്കും. പേജ് മാറിക്കിടക്കുന്നു. യെസ്, ഇത് മെത്തേഡ്സ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. അതിന് അത് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ നമ്മൾ ഈ ഒരു സെലക്ഷൻ ഏത് മെത്തേഡ് എടുക്കണം എന്നുള്ളത് എന്തിനെല്ലാമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതാണ് ഈ 1, 2, 3 എന്ന് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു അനാലിസിസിന് വേണ്ടി നമുക്കൊരു മെത്തേഡ് വേണം. അപ്പൊ ആദ്യം നോക്കണം എന്തൊക്കെ കാര്യങ്ങളെ അത് ഉണ്ട്, അതിനനുസരിച്ചാണ് മെത്തേഡ് സെലക്ട് ചെയ്യാൻ. ഇതും വായിച്ചിട്ട് മെത്തേഡ്സ് യൂസിങ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയുമല്ല, അതിന് കൂടുതലുണ്ട് കേട്ടോ. യെസ് പ്ലീസ്. Methods of educational psychology. Educational psychology deals with the study of human behavior in educational situations. The selections of a particular method depends upon the nature of the problem to be studied, orientation and resourcefulness of the researcher, availability of the material, subjects, time and financial resources. യൂസ് ചെയ്യേണ്ട മെത്തേഡ് ഏതാന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. എന്ത് പ്രോബ്ലം ആണ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യേണ്ടത്, സോൾവ് ചെയ്യേണ്ടത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമ്മൾ എടുക്കുന്ന ആ ഒരു ടോപ്പിക്, ആ മെത്തേഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ റിസോഴ്സ് വേണം, അല്ലെങ്കിൽ അതിന് ഒരു റിസോഴ്സ് പേഴ്സൺ വേണമെങ്കിൽ അതിന്റെ കാര്യങ്ങളും ആളുടെ അവൈലബിലിറ്റി, അതിന്റെ ഒരു ഓറിയന്റേഷൻ, പ്രൊവൈഡ് ചെയ്യേണ്ട ഇൻഫർമേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ അവൈലബിലിറ്റി, പിന്നെ ഫിനാൻഷ്യൽ റിസോഴ്സസ്, നമുക്ക് ചിലതിന് വളരെയധികം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും, എക്സ്പെൻഡ് ചെയ്തതായിട്ട് വരും. എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് എത്രത്തോളം ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ട്, അത്രയും എക്സ്പെൻഡ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. അപ്പൊ അങ്ങനെയുള്ളതെല്ലാം ആ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റിയും അങ്ങനെ കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഒരു മെത്തേഡ് സെലക്ട് ചെയ്യുന്നത്. എഡ്യൂക്കേഷണൽ സൈക്കോളജി അപ്ലൈ ചെയ്യാനുള്ള മെത്തേഡുകളിൽ ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യുന്നത്. അവൈലബിലിറ്റി ഓഫ് ദ പേഴ്സൺ ഹൂ ഈസ് ഡീലിംഗ് വിത്ത് അതുണ്ട്, പിന്നെ അതിന് ചെലവാകുന്ന ക്യാഷ്, അങ്ങനെ പല പല കാര്യങ്ങളും. പിന്നെ എന്ത് പ്രോബ്ലം ആണ് അതിനനുസരിച്ച്. ഒരു കുട്ടിക്ക് നല്ലതുപോലെ എഴുതാൻ പറ്റുന്നില്ല,
പക്ഷെ അവൻ വായിക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ ഒരു പക്ഷെ അവന്റെ ടീച്ചർക്ക് തന്നെ അത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. പ്രോബ്ലം എന്താന്ന് നോക്കുക, അതിന് വേണ്ടുന്ന എന്തൊക്കെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം, അത് നോക്കിയിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഒരു പക്ഷെ ടീച്ചർക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്തൊരു പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ പുറത്തുനിന്നൊരു റിസോഴ്സ് പേഴ്സണെ നമ്മൾ കൊണ്ടുവരണം. അതിന് എക്സ്പെൻസ് ആവും. അപ്പൊ അത് അങ്ങനെയെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ മെത്തേഡ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ താഴെ മെത്തേഡ്സ് യൂസിങ് ഇൻ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് നെക്സ്റ്റ് പേജിൽ കാണാം. ഇൻട്രോസ്പെക്ഷൻ, അതായത് സെൽഫ് എക്സാമിനേഷൻ, അതാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലിനിക്കൽ ഓർ കേസ് സ്റ്റഡി ആണ് കേട്ടോ, കെയർ സ്റ്റഡി അല്ല, കേസ് സ്റ്റഡി, എസ് ആണ്, CASC. നെക്സ്റ്റ് ഒബ്സർവേഷൻ, അറിയാലോ, നമ്മൾ അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്സർവ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഡിഫറൻഷ്യൽ ഓർ സർവേ മെത്തേഡ്. ഓക്കെ, അത് കൂടാതെ സയന്റിഫിക് മെത്തേഡൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ മെത്തേഡും എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇൻട്രോസ്പെക്ഷൻ, ആരെങ്കിലും വായിക്കൂ. Method one, introspection. Introspection. The term introspection is composed of two words, intro and aspection. Intro means inward and aspection means looking. Introspection means looking within oneself in order to examine one's own thoughts and feelings. Introspection gives us direct and prompt knowledge of our mental process without involving any extra cost for the material or apparatus. ഓക്കെ, ഇൻട്രോസ്പെക്ഷൻ, സെൽഫ് എക്സാമിനേഷൻ അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മളെ തന്നെ എക്സാമിൻ ചെയ്യുന്നു. ഞാനിത് സ്ക്രോൾ ചെയ്ത് വെച്ചിട്ട് ആ പേജ് മാറിയിട്ടില്ല അല്ലേ? ഞാൻ കാണുന്ന പേജ് ഇത് തന്നെയാ. ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ ഷെയർ ചെയ്യാം കേട്ടോ. correct. Okay, so introspection, സെൽഫ് എക്സാമിനേഷൻ, നമ്മൾ നമ്മളെ തന്നെ എക്സാമിൻ ചെയ്യുന്നത്. രണ്ട് വേർഡ്സ് ജോയിൻ ആയതാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്, ഇൻട്രോ ആൻഡ് അസ്പെക്ഷൻ. ഇൻട്രോ മീൻസ് ഇൻവേർഡ്, ഉള്ളിലേക്ക് എന്നുള്ള മീനിങ്. അസ്പെക്ഷൻ മീൻസ് ലുക്കിംഗ്, നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ടോർച്ച് അടിച്ച് നോക്കുന്ന പോലത്തെ ഒരു അവസ്ഥ, നമ്മുടെ ഉള്ളിലെ ഇരുട്ടെല്ലാം നീക്കം ചെയ്യാനായിട്ട് പറ്റണം. looking within oneself, അവനവനെ തന്നെ നോക്കുക, in order to examine one's own thoughts and feelings. അവനവന്റെ തന്നെ തോട്ട്സ്. അപ്പൊ ഒരു കുട്ടിയെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അവന്റെ ഉള്ളിലേക്ക് തന്നെ നോക്കുക, അവനെയും ആ ഒരു സെൽഫ് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഓൺ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. ഇൻട്രോസ്പെക്ഷൻ ഗീവ്സ് ഒരു ഡയറക്റ്റ് ആൻഡ് പ്രോംപ്റ്റ് നോളജ് പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു മെന്റൽ പ്രോസസ്സിനെ കുറിച്ച് ഒരു കുട്ടി ചിലപ്പോൾ ഒരു വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മെന്റൽ പ്രോസസ്സിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇവിടെ എക്സ്ട്രാ കോസ്റ്റോ മെറ്റീരിയലോ അപ്പാരറ്റസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല. ഒരു വളരെ ലോ കോസ്റ്റിൽ വരുന്ന ഒരു മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ടൈമാണ് ഇവിടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ പല ടൈപ്പ് ഉണ്ട്, അത് താഴെ ഇവിടെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒബ്സർവേഷൻ, നമ്മളൊരു കുട്ടിയെ തന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവന്റെ രീതികളെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് പോകുന്നു, അതിനനുസരിച്ച് അവന് പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് അവന്റെ വീക്ക്നെസ് എല്ലാം നമ്മൾ ഓവർകം ചെയ്യുന്നു. ഇനി ഒബ്സർവ് ചെയ്യുന്നതിന് പല ടൈപ്പ് ഉണ്ട്, അതാണ് അവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മളിപ്പോ
ഫസ്റ്റ് വൺ ആണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആയിട്ട് പറയുന്നത്. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ എന്നിട്ട് കുട്ടികൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഒബ്സർവ് ചെയ്യാം. പക്ഷെ ആ ഒബ്സർവ് ചെയ്യുമ്പോൾ ആ ഒരു ഗ്രൂപ്പില് നമ്മളും, അതായത് ഒബ്സർവ് ചെയ്യുന്ന ആളും ഒരു പാർട്ടിസിപ്പന്റ് ആയിട്ട് തന്നെ ഇരിക്കണം. ഒരു സർക്കിളിൽ ഇരുത്തിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ ആ സർക്കിളിൽ അവരുടെ കൂടെ നമ്മളും വേണം. നമ്മൾ അതിലൊരു പാർട്ടിസിപ്പന്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് ഇവരെ ഒബ്സർവ് ചെയ്യുന്നു. അതാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ആ ഗ്രൂപ്പിലുള്ള ആളല്ല, നമ്മൾ പുറത്ത് നിന്നിട്ടാണ് അവരെ ഒബ്സർവ് ചെയ്യുന്നത്. അവരെ ഗ്രൂപ്പ് ആക്കിയിട്ട് ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ട് നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒബ്സർവ് ചെയ്ത് കാണുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് പോകുന്നു. അതാണ് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൺട്രോൾഡ് ഒബ്സർവേഷൻ. കൺട്രോൾഡ് ഒബ്സർവേഷനെ കവേർട്ട് ഒബ്സർവേഷൻ എന്നും പറയും. COVERT, കവേർട്ട് ഒബ്സർവേഷൻ എന്ന് പറയും. ഈ കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സെറ്റിങ്സിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമുള്ള കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സിൽ നടത്തുന്ന ഒബ്സർവേഷനെയാണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ലാബിനകത്ത് കുട്ടികൾ ആക്ടിവിറ്റി ചെയ്യുന്നു. അപ്പൊ ലാബിലെ ഒരു സർട്ടൻ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലെ. ആ ഒരു ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ടാണ് ഈവൻ ഒബ്സർവ് ചെയ്യുന്ന ആൾക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതാണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ. അത് ഒരു പർട്ടിക്കുലർ ടൈമിലേക്കും ആയിരിക്കും. ലാബ് ആക്റ്റീവ് ആയിരിക്കുന്ന കുട്ടികൾ അത് ചെയ്യുന്ന ആ ഒരു ടൈമിലേക്ക് മാത്രമായിരിക്കും. അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവേർട്ട്, ഈ ഒരു ലിമിറ്റേഷൻസ് ഒന്നും ഇല്ല, നമുക്ക് ധാരാളം അവസരങ്ങൾ അവിടെയുണ്ട്. അതാണ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പുറത്ത് ഒരു മരത്തിന്റെ ഷെയ്ഡിൽ കുട്ടികളെ ഇരുത്തുന്നു, ആക്ടിവിറ്റി ചെയ്യിക്കുക എന്ന് വിചാരിച്ചു. സോ ദാറ്റ് മീൻസ് നമുക്ക് അവിടെ ടൈം ലിമിറ്റ് ഒന്നുമില്ല. അപ്പൊ ദാറ്റ് ഈസ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുട്ടിയെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് ഹി ഈസ് നോട്ട് അവെയർ ഓഫ് ദാറ്റ്. അവൻ അതിനെപ്പറ്റി അവെയർ ആകരുത്. അതേസമയം എന്നെ ഇങ്ങനെ വാച്ച് ചെയ്യാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഭയങ്കര കോൺഷ്യസ് ആകും അല്ലെ. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല. അതാണ് കുറച്ചും കൂടി ലിമിറ്റേഷൻസ് ആയിട്ട് പറഞ്ഞത്. ഹ്യൂമൻ ബീയിങ് ആണ്, നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല അവരുടെ നേച്ചർ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇതൊക്കെ വെച്ചിട്ട് അതൊക്കെയാണ് ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കുട്ടി അറിയുവാണെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ട് അവനിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. ഇനി അടുത്തപ്പം നമ്മൾ 2 മെത്തേഡ്സ് പറഞ്ഞു, ഇൻട്രോസ്പെക്ഷനും ഒബ്സർവേഷനും പറഞ്ഞു. നെക്സ്റ്റ് ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡാണ്. ഇത് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാം? Clinical case study method. The clinical method is used for studying the behavior problems of a maladjusted or abnormal individual. In this, the term case is used to denote an individual facing problems that could be solved only on the basis of detailed study. A child who is socially maladjusted or emotionally destroyed experiencing difficulty in the school subject is a clinical case. A clinical study is an in-depth study of the case in all its details. Hence, clinical methods are also known as case study or case history method. So clinical case study method. Clinical case study method ഇങ്ങനെ കേസ് സ്റ്റഡി എന്നും പറയും, കേസ് ഹിസ്റ്ററി മെത്തേഡ് എന്നും പറയും. ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇന്റർവെൻഷൻ നടത്തുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുട്ടിയുടെ ഹിസ്റ്ററി ചിലപ്പോൾ അറിയേണ്ടതായിട്ട് വരും. ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, പാരന്റ്സിന്റെ അടുത്ത് നിന്ന് കുറെ കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി പ്രീവിയസ് ക്ലാസ്സിലെ ടീച്ചറുടെ അടുത്ത് നിന്ന് പല കാര്യങ്ങളും അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതൊരു കേസ് ഹിസ്റ്ററി മെത്തേഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. പിന്നെ വൺസ് നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ
നമ്മൾ ഇതിന്റെ ഫോളോ അപ്പ് സെഷൻസ് വെക്കണം. ഒറ്റ സിറ്റിങ്ങിൽ തന്നെ കുട്ടി ഒക്കെ ആകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, കാരണം ടൈം എടുക്കും. അവന് ചിലപ്പോൾ പല ആക്ടിവിറ്റീസ് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ പാരന്റ്സിന് ചില ആക്ടിവിറ്റീസ് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ പാരന്റൽ പ്രോബ്ലം കാരണമാകാം അവൻ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിത് പല പല സിറ്റിങ്സിലൂടെ ചിലപ്പോൾ കുട്ടിക്കും കൊടുക്കണം, പാരന്റ്സിനും കൊടുക്കണം, അങ്ങനെ രീതിയിൽ പല പല സിറ്റുവേഷൻസിലൂടെ കുട്ടി കടന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒരു മാലഡ്ജസ്റ്റഡ്, നല്ല രീതിയിലല്ലാതെ രീതിയിൽ പോകുന്ന അബ്നോർമൽ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ പ്രോബ്ലംസ് അനലൈസ് ചെയ്യാനും സ്റ്റഡി ചെയ്യാനുമാണ് നമ്മൾ ക്ലിനിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. കേസ് എന്ന് പറയുന്നത് ആ ഇൻഡിവിജ്വൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, അതാണ് ഇവിടെ കേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. കേസ് സ്റ്റഡി അത് സോൾവ് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. സോഷ്യലി മാലഡ്ജസ്റ്റഡ് ഓർ ഇമോഷണലി ഡിസ്ട്രോയിഡ്, പലപ്പോഴും ഇമോഷൻസ് മാനേജ് ചെയ്യാൻ പറ്റാതെ വരിക, സോഷ്യലൈസ് ചെയ്യാനായിട്ട് പറ്റുക, അങ്ങനത്തെ കാര്യങ്ങൾ വരിക, അവര് ജീവിക്കുന്ന സൊസൈറ്റിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാതിരിക്കുക, ആ ഒരു രീതിയിലൊക്കെ വരുന്ന, പിന്നെ കൂടെയുള്ള മറ്റു കുട്ടികളുമായിട്ട് ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ ഒറ്റപ്പെട്ടവനായിട്ട് അങ്ങനെയും വരാമല്ലോ, അങ്ങനത്തെ പ്രോബ്ലംസും വരാം. ഇതിന് അങ്ങനെ സ്കൂളിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യുന്ന കുട്ടികളെയാണ്, അവരുടെയാണ് ചെയ്യുന്നൊരു മെത്തേഡാണിത്. ക്ലിനിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത് ഇൻഡെപ്ത് സ്റ്റഡി ഓഫ് ദ കേസ് ഇൻ ഓൾ ഇറ്റ്സ് ഡീറ്റെയിൽസ്. അപ്പൊ ആ ഒരു കേസിനെ കുറിച്ച്, ആ ഒരു വ്യക്തിഗത പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്തിൽ സ്റ്റഡി ചെയ്യുന്നതാണ് ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ്. ക്ലിനിക്കൽ മെത്തേഡ്സിനെ കേസ് സ്റ്റഡി അല്ലെങ്കിൽ കേസ് ഹിസ്റ്ററി മെത്തേഡ് എന്നും പറയാറുണ്ട്. ഇനി നമുക്ക് 2-3 പോയിന്റ്സും കൂടി ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് അടുത്ത ലെസൺ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you.